നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ തത്സമയം ആഴത്തിൽ പരിശോധിക്കുന്ന ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും അപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും. ആദ്യ വാർത്തയിലേക്ക്. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിൽ നിബന്ധനയുമായി മണിപ്പൂർ സർക്കാർ നിശ്ചിത ആളുകളെ മാത്രം പങ്കെടുപ്പിച്ച് പരിപാടി നടത്താമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ മണിപ്പൂർ സർക്കാർ അറിയിച്ചു. യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. അതേ ദിവസം മുഖ്യമന്ത്രിയുടെ പരിപാടി പാലസ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചതെന്നും KC വേണുഗോപാൽ വിശദീകരിച്ചു. എന്തായാലും ഞങ്ങളുടെ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്, മറ്റു പാർട്ടി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നിഷേധിക്കുന്നത്? ഞങ്ങളുടെ പ്രിയമായിട്ട് മണിപ്പൂരിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. മണിപ്പൂരിലെ ജനങ്ങളോടൊപ്പം സമാധാനപരമായിട്ട് അവർ ജീവിക്കാൻ വേണ്ടി, അവർക്ക് സാഹചര്യമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് മണിപ്പൂരിലെ ജനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ യാത്ര. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇംഫാലിൽ വേദി നിഷേധിച്ചു എന്ന തരത്തിലേക്കാണ് ആദ്യം വാർത്ത വരുന്നത്. പക്ഷേ അതിനിപ്പോൾ ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുറഞ്ഞ ആളുകൾ പങ്കെടുക്കാം, വേദി അനുമതി ഉണ്ടാകും, അത് നിഷേധിച്ചിട്ടില്ല എന്ന തരത്തിലേക്കാണോ ഇപ്പോൾ മണിപ്പൂർ സർക്കാർ അറിയിക്കുന്നത്? അനുജ, തീർച്ചയായിട്ടും ഉപാധികളോടെയാണ് മണിപ്പൂർ സർക്കാർ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതായത് നിലവിൽ ഈ പാലസ് ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ യാത്രയുടെ ആരംഭവേദിയായി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അതിലൊരു മാറ്റം വന്നേക്കും എന്നുള്ള സൂചനകൾ കൂടി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനുള്ള കാര്യം, ഇവിടെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിൻ്റെ ഒരു പരിപാടി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഈ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഒരു പാലസ് ഗ്രൗണ്ടിൽ നിന്നുള്ള ആ ഒരു വേദി, യാത്രയുടെ ആരംഭവേദി, അതൊരു മാറ്റി മറ്റൊരിടത്തേക്ക് തീരുമാനിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ മണിപ്പൂരിലെ യാത്രയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പങ്കുവയ്ക്കുമെന്നുള്ളതാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാലും തീർത്ത് പറയുന്നത്, ഈ മണിപ്പൂരിൽ നിന്ന് തന്നെ യാത്ര തുടങ്ങും. മറ്റൊരു ഇടവും കോൺഗ്രസിന് ഈ യാത്ര തുടങ്ങാൻ പദ്ധതി ഇടുന്നില്ല. കാര്യം മണിപ്പൂരിലാണ് നിലവിൽ പ്രശ്നങ്ങളുള്ളത്. അവിടുത്തെ ജനങ്ങളെ അവരെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി, അവിടെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി യാത്ര അവിടെ തന്നെ തുടങ്ങും. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, മറ്റ് ജനങ്ങളും ഈ യാത്രയിൽ പങ്കുചേരുന്നതിനായുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഈ നിബന്ധന കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ? ഘട്ടത്തിലാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അനുജ, കേട്ടില്ല. ഇപ്പോൾ മണിപ്പൂർ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധന കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ? അനുജ, ആ ഒരു കാര്യത്തിലാണ് മറുപടിയായി KC വേണുഗോപാൽ പറഞ്ഞത്. യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, അത് മണിപ്പൂരിലെ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുമെന്നുള്ളതാണ്. നമ്മളത് ആ കാര്യം ആവർത്തിച്ച് ചോദിച്ചതാണ്. കാര്യം, ഈ മണിപ്പൂർ സർക്കാർ മുന്നോട്ട് വെച്ച നിബന്ധന അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടായിരിക്കുമോ യാത്ര എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ പങ്കുവയ്ക്കുമെന്നുള്ളതാണ്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കാൻ ഉദ്ദേശിക്കുന്ന പാലസ് ഗ്രൗണ്ടാണ് ഈ യാത്രയുടെ ആരംഭവേദിയായി, അതിൻ്റെ ഉദ്ഘാടന വേദിയായി കൂടി നിശ്ചയിച്ചിരുന്നത്. അതൊരു അതിലൊരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ മണിപ്പൂർ സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഒരു നിബന്ധനകൾ അത് മറികടന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതൊരു പലതരത്തിലുള്ള പ്രകോപനങ്ങളിലേക്കൊക്കെ വഴിവെച്ചേക്കും. അതുകൊണ്ട് തന്നെ നിബന്ധന പാലിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരിക്കും കോൺഗ്രസ് എന്തായാലും മുന്നോട്ട് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിശ്ചിത ആളുകളെ മാത്രമായിരിക്കും മണിപ്പൂരിലെ യാത്രയിൽ പങ്കെടുപ്പിക്കുവാൻ കോൺഗ്രസിന് കഴിയുക. ഒപ്പം നാഗാലാൻഡിലും അസാമിലും സാഹചര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല, അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി വിലയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും മണിപ്പൂരിൽ ഉപാധികളോടെ ആയിരിക്കും യാത്രയ്ക്ക് ഇപ്പോൾ നിലവിൽ ഉപാധികളോടെ മണിപ്പൂരിൽ ന്യായ് യാത്രയ്ക്ക് തുടക്കമിടാൻ സർക്കാരിന്റെ അനുമതി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ നാളെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം നടത്തും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് നടപടി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസുമായി സംഘർഷമുണ്ടായി. പ്രവർത്തകർക്കെതിരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ MG റോഡ് ഉപരോധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ സമര പരമ്പരകളിലൂടെ ജയിലറകൾ നിറയ്ക്കുമെന്ന് ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. പിണറായി വിജയന്റെ നിർദ്ദേശങ്ങളാണ് പ്രതിപട്ടികയെ തീരുമാനിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് ജയിലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലുമായി കൂടിക്കാഴ്ച നടത്തി. ഇതുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും UDF-നെയും എല്ലാം ഇല്ലാതാക്കി കളയാം എന്നുള്ള ദിവാസ്വപ്നത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്രമം ആഹ്വാനം ചെയ്തു എന്നതിൻ്റെ പേരിലാണ്
ഈ കേസെടുത്തിരിക്കുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ വാദം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യം കേസെടുക്കേണ്ടത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഇരുമ്പുവടി കൊണ്ടും കല്യാശ്ശേരിയിൽ കുട്ടികളെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് FIR എഴുതിയ കേസിൽ അത് രക്ഷാപ്രവർത്തനമാണെന്നും അത് തുടരണമെന്നും ആഹ്വാനം ചെയ്ത് കലാപത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണ് ആദ്യം കേസെടുക്കേണ്ടത്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വീട് വളഞ്ഞു വെച്ച് തുറങ്കലിൽ അടച്ചത് കൊണ്ടോ ജാമ്യം നിഷേധിച്ച് ജയിലറയിലേക്ക് തള്ളിയത് കൊണ്ടോ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന സമര പരമ്പരകൾ കേരളത്തിന്റെ മണ്ണിൽ നിന്നു പോകുമെന്ന് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മന്ത്രി പുങ്കവന്മാരും പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവന്മാരും ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടപടിയാവില്ല. ഇത് സമര പരമ്പരകൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. MT പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇതേപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം അത് അക്രമാസക്തമായതിന്റെ ഫലമായാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയുന്നത്. ഇന്നത്തെ സമരം, ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? അത് അക്രമാസക്തമായി മാറിയോ? കൂടുതൽ സമരം കടുപ്പിക്കുമെന്നതല്ലേ ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്? അനുജ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ അറസ്റ്റിന് പിന്നാലെ ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയായിരുന്നു ഇന്നും തലസ്ഥാന നഗരിയിൽ നടന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്കാണ് സംഘടിപ്പിച്ചത്. ഷാഫി പറമ്പിൽ MLA ആയിരുന്നു ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ആദ്യഘട്ടത്തിൽ പോലീസിന് നേരെ വലിയ തരത്തിൽ പ്രകോപനം പ്രവർത്തകർ തീർത്തിരുന്നു. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായി. പലതവണ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയിരുന്നില്ല. 2 തവണ പോലീസുമായി ഉന്തും തള്ളം ഉണ്ടാവുകയും കന്റോൺമെന്റ് SHOക്കെതിരെ വലിയ തരത്തിൽ വിമർശനവും മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ രംഗത്ത് വന്നു. മാത്രമല്ല, ഇതിന് പിന്നാലെ ഈ പ്രവർത്തകർ MG റോഡ് ഉപരോധിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അതിനുശേഷം പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിന് സമാനമായി വലിയ തരത്തിൽ അക്രമ സംഭവങ്ങളോ സംഘർഷങ്ങളോ ഇന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിലും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കം പറയുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയും സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. ജില്ലാ തലത്തിലും ഒപ്പം തലസ്ഥാന നഗരത്തിലും അടക്കം വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും യുവജന സംഘടനകളുടെയും തീരുമാനം. പ്രധാനമായും വലിയ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. VD സതീശനടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനും പൂർണ്ണ പിന്തുണ അറിയിച്ചും ഒപ്പം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തിയും രംഗത്ത് വന്നിട്ടുണ്ട്. ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന യുവാക്കളോട് സർക്കാർ ക്രൂരമായ സമീപനമാണ് കാണിക്കുന്നത്. മാത്രമല്ല, നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ച DYFIക്കാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അതേ പോലീസാണ് വളരെ ക്രൂരമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്നതും അത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതും. ഇത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്നത്. എന്തായാലും സർക്കാരിനെതിരെ തുടർ പ്രക്ഷോഭത്തിന് തന്നെയാണ് കോൺഗ്രസും ഒപ്പം തന്നെ മേൽക്കോടതിയെ സമീപിക്കുന്നതിലേക്കും നേതൃത്വം കടക്കുന്നുണ്ടോ? അതിന്റെ ആലോചനകൾ എങ്ങനെയാണ് പ്രതീഷ്? അനുജ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് അടക്കം പോകുന്നത്. കാരണം ഈ നേരത്തെയും പലതരത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുമ്പോഴൊക്കെ തന്നെ പോലീസിനെ ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതാണ് പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു കാര്യം. ഇതിന് പിന്നാലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയോട് കൂടി തന്നെ ആ തർക്കം അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ കുറച്ചുകൂടി രൂക്ഷമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം ഈ ബഡ്ജറ്റ് സമ്മേളനം അടക്കം നടക്കാനിരിക്കുകയാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രതിഷേധ സമരങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുക്കുമെന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളും യുവജന സംഘടനകളും അടക്കം ഇപ്പോഴും പറയുന്നത്. അനുജ, സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്നതാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നത്. തൊടുപുഴ ന്യൂമൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ 1-ാം പ്രതി പിടിയിൽ. കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് സവാദിനെ NIA കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടന്ന് 13 വർഷത്തിന് ശേഷമാണ് അറസ്റ്റ്. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയവരാണ് മുഖ്യപ്രതികളെന്ന് പ്രൊഫസർ TJ ജോസഫ് 24നോട് പറഞ്ഞു. സവാദ് ഒരു ആയുധം മാത്രമാണ്. തന്നെ പിടിക്കാൻ പോലീസ് കാണിച്ച ഉത്സാഹം 13 വർഷത്തോളം പ്രതിയെ പിടികൂടാൻ പോലീസ് കാണിച്ചില്ലെന്നും TJ ജോസഫ് പ്രതികരിച്ചു.
അന്ന് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഉത്സാഹം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ 13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ്. എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും ഇദ്ദേഹമല്ല. ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല. എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പ്രതി സവാദ് ഷാജഹാൻ എന്ന പേരിലാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന് അയൽവാസി പറഞ്ഞു. 2 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ പരിചയപ്പെട്ടപ്പോൾ ഇന്ന് ആണ് യഥാർത്ഥ പേര് നമ്മൾ അറിയുന്നത്. നേരത്തെ താമസം വിളക്കോടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് പേര് പറഞ്ഞത് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട ഫോട്ടോ, ഇയാളുടെ ഫോട്ടോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ്. അന്ന് 13 വർഷം മുമ്പുള്ള ഫോട്ടോ ആണ്. ഇപ്പോൾ ആ ഫോട്ടോത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ 2 കുട്ടികളാണ്. ഇവിടെ വന്നപ്പോൾ ഗർഭിണിയായിരുന്നു. അപ്പോൾ ഇവിടെ ആശാരപ്പണി എടുത്ത് ജീവിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടപ്പോൾ ഇവിടുത്തെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ആശാരിപ്പണി എടുക്കുന്നുണ്ട്. കേസിൽ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായാണ് പ്രതി കടന്നു കളഞ്ഞത്. ഇതുൾപ്പെടെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ 13 വർഷമായി ഇയാൾ മട്ടന്നൂരിലായിരുന്നു, അതായത് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇയാൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു എന്ന തരത്തിലൊക്കെയാണ് അന്ന് വാർത്തകൾ വരുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണമൊക്കെ ഊർജിതമായി നടക്കുന്ന വാർത്തകളുമൊക്കെ നമ്മളന്ന് കേട്ടിരുന്നതാണ്. പക്ഷേ കേരളത്തിൽ തന്നെ ഇയാൾ ഉണ്ടായിരുന്നു എന്നതാണോ? ഇപ്പോൾ NIA നീക്കവും അതീവ രഹസ്യമായിട്ടായിരുന്നു ഇയാളെ പിടികൂടാനുള്ള നീക്കം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഇയാളുടെ വാടക വീട്ടിൽ, മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്ക് നിലവിൽ 38 വയസ്സുണ്ട്. 13 വർഷമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. ഈ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ തലങ്ങും വിലങ്ങും ഇയാളെ തിരക്കി രാജ്യത്തിന് പുറത്തു വരെ അന്വേഷണം നടത്തുമ്പോൾ ഇയാൾ കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ 13 വർഷവും അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. അത് ഇനി വേണം വ്യക്തമാകേണ്ടത്. പക്ഷേ ഒരു 3 വർഷത്തിന് മേലായി ഇയാൾ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. ഇയാൾ വിവാഹം കഴിച്ചത് കാസർഗോഡ് നിന്നാണെന്നും 2 മക്കളുണ്ട് എന്നുള്ള വിവരവും കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു കുട്ടി സമീപത്തെ ഒരു മദ്രസയിലാണ് പഠിക്കുന്നത് എന്ന വിവരം വന്നിട്ടുണ്ട്. ഇയാൾക്ക് ഇയാൾ ആശാരിപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്നത് അവിടുത്തെ ഒരു SDPI നേതാവിൻ്റെ കീഴിലായിരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് പൂർണ്ണമായ പിന്തുണ SDPIയുടെ ഭാഗത്തുനിന്നും ഇയാൾക്ക് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് NIA സംഘം അയാളെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം NIA ഓഫീസിൽ എത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് NIAയുടെ തീരുമാനം. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ഇന്ന് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ താൻ സവാദ് അല്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. ഷാജഹാൻ എന്ന കള്ളപ്പേരിലാണ് ഇയാൾ താമസിച്ചു പോകുന്നത്. ഷാജഹാനാണ് താനെന്ന് പറഞ്ഞു. പക്ഷേ വേണ്ട രീതിയിൽ വിശദമായി തന്നെ NIA പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ സത്യം ഇയാൾ പറയുകയായിരുന്നു. താൻ തന്നെയാണ് സവാദ്, കൈപ്പത്തി വെട്ടിമാറ്റിയത് താനാണ് എന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇനി ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നടക്കും. അപ്പോഴറിയാം ആരൊക്കെ ഇയാളെ സഹായിച്ചു എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമം എങ്ങനെയാണ്? ഇയാളെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണോ ശ്രീകാന്ത്? ഈ മഴു എവിടെ പോയി എന്നൊക്കെയുള്ളതൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും ഇനി ഈ മഴു കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ പണി തന്നെയാണ്. അത് ഇതിനോടകം തന്നെ അയാൾ നശിപ്പിച്ചിട്ടുണ്ടാകാം. ഈ കൃത്യം കഴിഞ്ഞ് മഴുവുമായാണ് ഇയാൾ പോയത്. അതിനാൽ തന്നെ അതൊരു ബുദ്ധിമുട്ടേറിയ പണി തന്നെയാണ്. ഇനി പക്ഷേ ഇയാളുടെ പങ്ക് തെളിയിക്കുന്നതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിലെ ഇരയായ അധ്യാപകൻ തന്നെ ഇയാളെ ഇനിയും കണ്ടാൽ തിരിച്ചറിയും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇതിലെ 1ാം സാക്ഷി ഇര തന്നെ ഇക്കാര്യം ഇതിൽ തെളിവ് നൽകാനുള്ളപ്പോൾ മറ്റൊരു തെളിവിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിലെ ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ ഒക്കെ നേരത്തെ തന്നെ ശേഖരിച്ചതാണ്. പലരും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു കേസിൽ. ആ പശ്ചാത്തലത്തിൽ ശിക്ഷ ഉറപ്പാക്കാൻ സാധിക്കും എന്ന് കരുതുന്നുണ്ട് ഇപ്പോഴും NIA സംഘം. അല്പസമയത്തിനകം ഇയാളെ NIA ഓഫീസിൽ എത്തിച്ച ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. പക്ഷെ സമയം പോവുകയാണെങ്കിൽ നേരിട്ട് കോടതിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത. ശരി, സജോ ദേവസി കൂടി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, ഇപ്പോൾ ഇതിൽ ഇയാൾ എത്ര കാലമായി കേരളത്തിൽ തന്നെയുണ്ട്, കണ്ണൂരിൽ തന്നെയുണ്ട് എന്നതിലൊക്കെ ഇപ്പോൾ വ്യക്തത വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് കേരള പോലീസിനെ സംബന്ധിച്ചൊരു നാണക്കേടാണല്ലോ. ഇയാൾ കള്ളപ്പേരിൽ കഴിയുന്നു. മറ്റൊന്ന്,
ആശാരിയായി ജോലി ചെയ്യുന്നു, മരപ്പണി ചെയ്യുന്നു, അതുപോലെ കാസർഗോഡ് നിന്ന് വിവാഹം കഴിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ അയാൾക്ക് കേരളത്തിൽ തങ്ങാൻ കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, കുറച്ചധികം കാലമായി അദ്ദേഹം ഈ പ്രതി കേരളത്തിൽ തന്നെ ആയിരുന്നു. അതായത് നേരത്തെ കരുതിയിരുന്നത് ഈ അന്വേഷണ ഘട്ടത്തിലൊക്കെ ഒരു ധാരണ പുറത്ത് പ്രചരിച്ചിരുന്നത് ഇയാൾ വിദേശത്തേക്ക് കടന്നു, ഈ ആക്രമണം നടത്തിയതിനു ശേഷം, ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം വിദേശത്തേക്ക് കടന്നു, അങ്ങനെയൊക്കെയായിരുന്നു. ആദ്യം ഇതര സംസ്ഥാനത്തേക്ക് കടന്നു, പിന്നീട് വിദേശത്തേക്ക് കടന്നു എന്നതൊക്കെയായിരുന്നു ധാരണ. പക്ഷേ അത് തെറ്റാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ മട്ടന്നൂർ ബേരത്ത് മാത്രം ഇയാൾ 2 വർഷമായി താമസിക്കുന്നു, അവിടുത്തെ വാടക വീട്ടിൽ. മറ്റൊന്ന് കണ്ണൂർ വിളക്കോട് അദ്ദേഹം താമസിച്ചു കുറച്ചു കാലം. കണ്ണൂരിൽ തന്നെ മറ്റൊരു സ്ഥലത്തും ഇയാൾ കുറച്ചു കാലം താമസിച്ചു. അതൊക്കെ പ്രാദേശികമായ ചില സഹായങ്ങൾ ആ ഘട്ടത്തിൽ ഇയാൾക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആസൂത്രിതമായി തന്നെയാണ് ഇയാൾ ഇങ്ങനെ പലയിടങ്ങളിലായി താമസിച്ചത്, വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു. അതിനിടെ ഈ മരപ്പണി, ആശാരി ജോലി പലതവണ കുറേ കാലമായി ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. ഒരു മട്ടന്നൂരുള്ള ഒരു കോൺട്രാക്ടറുടെ കീഴിൽ തന്നെ കുറേ കാലമായി ജോലി ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് ഇദ്ദേഹം കാസർഗോഡ് വിവിധയിടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം വിവാഹം കഴിച്ചത് കാസർഗോഡ് നിന്നാണ്. അതായത് ഈ കൈവെട്ട് കേസിന് ശേഷമാണ് ഇദ്ദേഹം പ്രധാന പ്രതിയാണ്, മുഖ്യപ്രതിയാണ്. അതിനുശേഷം ഇദ്ദേഹം പല സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നു. അതിനുശേഷം സവാദ് എന്ന പേര് വിദഗ്ധമായി മറച്ച് ഷാജഹാൻ എന്ന പേരാണ് എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം പോയ മിക്കവാറും സ്ഥലങ്ങളിൽ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത് ഷാജഹാൻ എന്ന പേരാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചപ്പോഴും ഷാജഹാൻ എന്ന പേരാണ് എല്ലാവരോടും പറഞ്ഞത്. ഇതിനിടെ ഇദ്ദേഹം കാസർഗോഡും കഴിഞ്ഞു. ഈ കൈവെട്ട് സംഭവത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത്. കാസർഗോഡ് നിന്ന് വിവാഹം കഴിക്കുന്നു, കുറേ കാലം കാസർഗോഡ് താമസിച്ചു. അതിനുശേഷമാണ് കണ്ണൂരിലേക്ക് എത്തുന്നത്. അതായത് കുറേ വർഷം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി ഇയാൾ താമസിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിന് പുറത്തേക്ക് പോയി ഒളിവിൽ എത്ര കാലം കഴിഞ്ഞു നമുക്ക് വ്യക്തതയില്ല. അത് പിന്നീട് കൂടുതൽ വ്യക്തത അക്കാര്യത്തിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്രൂരമായ കൃത്യത്തിൻ്റെ, ആക്രമണത്തിൻ്റെ, കൈവെട്ട് കേസിൻ്റെ 1-ാം പ്രതി 13 വർഷം, അതിൽ സിംഹഭാഗവും കേരളത്തിൽ തന്നെ വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയാൻ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് സ്വാഭാവികമായും ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ഇത് സംബന്ധിച്ച് കേരള പോലീസ് നേരത്തെ ഈ കേസിലെ ഇരയായ, അതായത് 1-ാം സാക്ഷിയും ഇരയും കൈവെട്ടിമാറ്റപ്പെട്ട ഇതിനിരയായ TJ ജോസഫ് തന്നെ പലതവണ വിശദീകരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലടക്കം പറഞ്ഞ ഒരു കാര്യം, തന്നെ ആ ഘട്ടത്തിൽ വേട്ടയാടിയതിൻ്റെ പകുതി പോലും പോലീസ് ആ ഘട്ടത്തിൽ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ല എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. അതിപ്പോഴും വാലിഡ് ആകുന്ന ഒരു കാര്യമാണ്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് NIA സംഘം ഈ സ്ഥലം അവർ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്തിരുന്നു, പ്രതിയുടെ സാന്നിധ്യം ഐഡന്റിഫൈ ചെയ്തിരുന്നു. അത് കൃത്യമായി ലൊക്കേഷൻ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. സ്ഥലത്തേക്ക് എത്തുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്ക്വാഡിൻ്റെ സഹായവും കൂടി തേടിയിരുന്നു. പക്ഷേ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതിനൊപ്പം വേണം അതിനൊരു പ്രൊട്ടക്ഷൻ വേണമെന്നൊരു ആവശ്യം മാത്രമേ ഉന്നയിച്ചിരുന്നുള്ളൂ. ലോക്കൽ പോലീസിന് എന്തെങ്കിലും വിവരം പൊതുവിൽ കൈമാറിയില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്ക്വാഡിനെ ആവശ്യപ്പെട്ടു NIA സംഘം. അതിനുശേഷം ഈ സ്ഥലത്തേക്ക്, അതായത് മട്ടന്നൂർ ബേരം കുറച്ച് അകത്തേക്ക് പോകണം. ഈ പ്രദേശത്തുള്ള ചില ആളുകളൊക്കെ ആരോപിക്കുന്ന ഒരു കാര്യം, നേരത്തെ SDPI പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന് ഇപ്പോൾ SDPIക്കൊക്കെ സ്വാധീനമുള്ള മേഖലകളാണ് ഈ 19-ാം മൈൽ, ചാവശ്ശേരി, മട്ടന്നൂർ ബേരം ഉൾപ്പെടുന്ന, പാലോട്ടുപള്ളിയൊക്കെ ഉൾപ്പെടുന്ന മേഖല. അവിടെ ഇദ്ദേഹം വന്ന് അവിടെ താമസിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയത്, അത് ഈ പ്രാദേശികമായ സഹായങ്ങൾ സംഘടനാ തലത്തിൽ ലഭ്യമായിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവിടെ തുടർന്നത് എന്ന നിലയ്ക്കാണ് അവിടെയുള്ള ആളുകളൊക്കെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിലൊന്നും പിന്നീട് കുറേ കൂടി വ്യക്തത വരേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ആ സ്ഥലത്ത്, ഈ പ്രദേശത്തോട് ചേർന്ന പല സ്ഥലങ്ങളിലായാണ് അദ്ദേഹം വാടക വീട് എടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള ആളുകൾക്കാർക്കും ഇയാളെപ്പറ്റി നേരത്തെ മുൻപ് വന്നിരുന്ന ഒരു ചിത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നേരിട്ട് ചിത്രം കണ്ട് തിരിച്ചറിയുക എന്നതൊന്നും ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുകയില്ല. ഈ ജോലി ചെയ്യുന്നു, അവിടെ വാടക വീട്ടിൽ താമസിക്കുന്നു, ഭാര്യയും 2 മക്കളുമുണ്ട്. മക്കൾ അവിടെ, മൂത്തയാൾ UKGയിൽ പഠിക്കുന്നു, മറ്റൊരു ചെറിയ കുട്ടിയാണ്. അതിനുശേഷം, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ, അവിടെ ഉണ്ടായിരുന്ന ഡിജിറ്റൽ ഡിവൈസുകളൊക്കെ NIA എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒപ്പം ഇയാളുടെ ഭാര്യയുടെ വിശദാംശങ്ങൾ ചോദിക്കുകയും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിക്കുകയും മൊബൈൽ ഫോൺ വാങ്ങിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവർ കാസർഗോഡേക്ക് ഇതിനകം മടങ്ങിയിട്ടുണ്ട്. അവിടെ ഇദ്ദേഹത്തിന് പ്രാദേശികമായി സഹായങ്ങൾ ലഭ്യമാക്കിയത് സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം നടക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെ വിവരങ്ങൾ ലോക്കൽ പോലീസിലെ ആർക്കും കാര്യമായി കൈമാറിയിരുന്നില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്ക്വാഡിനെ NIA സംഘം ആവശ്യപ്പെടുകയും ഈ ഓപ്പറേഷന്റെ ഭാഗമായി അവരുടെ സാന്നിധ്യം തങ്ങളുടെ ടീമിന്റെ കൂടെ വേണം എന്ന് പറയുകയും മാത്രമാണ് ചെയ്തത്. അതിനായി വിട്ടുകൊടുക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം പക്ഷേ മട്ടന്നൂരിലെ പോലീസിന് ഈ അറസ്റ്റിന് ശേഷം മാത്രമേ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളൂ. പക്ഷേ ഈ പ്രാദേശികമായ സഹായങ്ങൾ ഉൾപ്പെടെ ലഭിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങൾ ഇത്രയും കാലം എവിടെയെല്ലാം കഴിഞ്ഞു, അവിടെ എന്തെല്ലാം സഹായങ്ങൾ ലഭിച്ചു, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 13 വർഷത്തിന് ശേഷമാണ് കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് പിടിയിലായത്.
മട്ടന്നൂരിൽ നിന്ന് പിടിയിലാകുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കാനുണ്ട്. ന്യൂസിലേക്ക്. നിയമസഭാ സമ്മേളനം ഈ മാസം 25 മുതൽ ചേരും. നിയമസഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാനാണ് ആലോചന. VA ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം, പക്ഷേ അതിൽ ഗവർണർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഏറെ ശ്രദ്ധേയമാകും. നയപ്രഖ്യാപന പ്രസംഗം അത് എങ്ങനെയായിരിക്കും അദ്ദേഹം അവതരിപ്പിക്കുക എന്നതൊക്കെ വളരെ ശ്രദ്ധയോടെയല്ലേ നമ്മൾ നോക്കിക്കാണേണ്ടത്, കാത്തിരിക്കേണ്ടത്? ഗവർണർ തമ്മിലുള്ള വാക്പോര് മൂർച്ഛിക്കുന്നതിനിടെയാണ് ഇപ്പോൾ നിയമസഭാ സമ്മേളനം ചേരാനുള്ള മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. നിയമസഭാ സമ്മേളനം 25-ന് ചേരുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യുന്നതിനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ബജറ്റ് സമ്മേളനമാണ്. ഫെബ്രുവരി 2-ാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിക്കുക. അനുജ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മൂർച്ഛിച്ചിരിക്കുന്നതിനിടയിൽ ഈ നയപ്രഖ്യാപനം പ്രസംഗം ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടതുണ്ട്. പുതിയ വർഷമായതുകൊണ്ട് തന്നെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടത്. ഇക്കാര്യത്തിൽ ഗവർണർ നേരത്തെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നയപ്രഖ്യാപനം അവതരിപ്പിക്കും എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനം തയ്യാറാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന ആശങ്ക, കേന്ദ്രത്തിനെതിരായിട്ടുള്ള രൂക്ഷ വിമർശനങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകും. കേന്ദ്ര സമീപനത്തിനെതിരായി സുപ്രീം കോടതിയിലടക്കം നിയമ നടപടികൾ ഇപ്പോൾ കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളടക്കം ഈ നയപ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കും. സ്വാഭാവികമായും ഗവർണർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക, ഗവർണർ ഈ ഭാഗങ്ങൾ വായിക്കുമോ തുടങ്ങിയ കാര്യങ്ങളുള്ള അനിശ്ചിതത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അനുജ. ശരി, നിയമസഭാ സമ്മേളനം ഈ മാസം 25 മുതൽ ചേരാൻ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായിരിക്കുന്നു. ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാനാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്ന് UDF. സീറ്റ് വിഭജന ചർച്ചകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസിന് മടിയില്ലെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. അധിക സീറ്റ് ആവശ്യം ലീഗ് ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ലെന്നും MM ഹസൻ പറഞ്ഞു. അല്ലാതെ ആ ചർച്ചയിലല്ലേ വരുള്ളൂ. ചർച്ച നടത്തുമ്പോഴല്ലേ ആണോ മറ്റു മാറാൻ പറ്റും. കോൺഗ്രസ് എല്ലാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ ഒരിക്കലും ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയും വീഴ്ചയ്ക്ക് തയ്യാറാവില്ലല്ലോ. ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, നിങ്ങളോട് ചോദിച്ചു കാണും. ഔദ്യോഗികമായി അവരുടെ അഭിപ്രായം ഈ ചർച്ചയിലെ അറിയാൻ പറ്റും. അല്ലമീൻ വിശദാംശങ്ങളുമായി. അല്ലമീൻ, ഒരു സീറ്റ് കൂടി ലീഗ് ഉന്നയിച്ചേക്കുമെന്ന വാർത്ത അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ്. അത്തരം ആവശ്യം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോലും മടിയില്ല കോൺഗ്രസിന് എന്നതാണോ ഇന്നിപ്പോൾ MM ഹസൻ വ്യക്തമാക്കുന്നത്? UDF കൺവീനറോട് സംബന്ധിച്ച് വ്യക്തമായി തന്നെയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഇന്നത്തെ ചർച്ചയിൽ മുസ്ലിം ലീഗ് 3ാമത്തെ സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ചോ എന്ന ചോദ്യത്തോട് അത്തരത്തിൽ ഒരു ആവശ്യവും ലീഗ് ഔദ്യോഗികമായി മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് MM ഹസൻ പറയുന്നത്. മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ മുന്നണി നേതൃത്വത്തോട് ഔദ്യോഗികമായും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് മാത്രമല്ല, സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ ഘടകകക്ഷികളുമായി ഏത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണ്, ഒരു മടിയുമില്ല. പക്ഷേ വീഴ്ചകൾക്ക് പാർട്ടി തയ്യാറല്ല എന്നുകൂടി അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഉഭയകക്ഷി ചർച്ചകൾക്ക് ഡേറ്റ് തീരുമാനിച്ചു. ജനുവരിയിലും ഫെബ്രുവരിയിലുമായിട്ട് 4 ദിവസങ്ങളിലാണ് ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച തിരുവനന്തപുരത്ത് നടക്കുക. ഈ ചർച്ചകളിലായിരിക്കും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകളിലേക്ക് നേതൃത്വം കടക്കുന്നത്. സ്വാഭാവികമായും അത്തരം ചർച്ചകളിൽ മുസ്ലിം ലീഗ് 3 സീറ്റിനുള്ള അവകാശവാദം ഉന്നയിക്കും. മുസ്ലിം ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്നത്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികമായി ഒരു സീറ്റ് കൂടി വിട്ടു നൽകുന്നതിൻ്റെ ബുദ്ധിമുട്ട് കോൺഗ്രസ് നേതൃത്വം അത് ലീഗിനെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും സമാനമായ രീതിയിലാണ് ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇപ്പോഴും അതേ മറുപടി ലീഗിനെ അറിയിക്കും. പക്ഷേ അത് ലീഗ് എങ്ങനെ പരിഗണിക്കും അല്ലെങ്കിൽ മുഖവിലേക്ക് എടുക്കുമെന്നുള്ളത് ഒരു സുപ്രധാന ചോദ്യമാണ്. മറ്റൊന്ന് കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. അത് കഴിഞ്ഞ തവണ മുന്നണിയുടെ ഭാഗമായി നിന്ന കേരള കോൺഗ്രസിനായിരുന്നു സീറ്റ് നൽകിയിരുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് 2 വിഭാഗമായി നിൽക്കുകയാണ്. സ്വാഭാവികമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം സീറ്റിൽ അവകാശവാദം ഉന്നയിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ മാണി വിഭാഗവും 2 കൂട്ടർ ജോസ് കെ മാണി വിഭാഗവും അവിടെ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വിജയ സാധ്യത കണക്കിലെടുത്ത് ഒരുപക്ഷേ ആ സീറ്റ് കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തേക്കാം. പകരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മറ്റൊരു സീറ്റ് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പത്തനംതിട്ട അങ്ങനെ വെച്ചു മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു. ഏതായിരുന്നാലും ജനുവരിയിലും ഫെബ്രുവരിയിലുമായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളിലും തീരുമാനങ്ങളിലും ധാരണകളിലേക്കും മുന്നണി നേതൃത്വവും കോൺഗ്രസും എത്തുക. അതിനു മുൻപ് തന്നെ പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ മണ്ഡലാടിസ്ഥാനത്തിലും അസംബ്ലി തലത്തിലും ബൂത്ത് തലങ്ങളിലും ഉൾപ്പെടെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കാനും ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ UDF എല്ലാ തരത്തിലും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മുന്നണി യോഗത്തിന് ശേഷം മുന്നണി കൺവീനർ വിശദീകരിച്ചത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളും ഇന്നത്തെ UDF ഏകോപന സമിതി യോഗത്തിൽ ഉണ്ടായി. അനുജ. ശരി, സീറ്റ് വിഭജന ചർച്ചകളിൽ കോൺഗ്രസിന് വിട്ടുവീഴ്ചയ്ക്ക് മടിയില്ല എന്നതാണ് MM ഹസൻ വ്യക്തമാക്കിയത്.
എറണാകുളം CPIയിൽ കടുത്ത നടപടി. മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. ഇന്ന് ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. പി രാജു സെക്രട്ടറിയായിരുന്ന സമയത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരുന്നതായി നേരത്തെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, നേരത്തെ തന്നെ ഈ പാർട്ടി കണ്ടെത്തിയതാണ് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നടപടി എന്താണ്? ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ്? അനുജ, 73 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് പി രാജുവിനെതിരായിട്ട് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നത്. അത് CPI തന്നെ നിയമിച്ച 3-അംഗ അന്വേഷണ കമ്മീഷനാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. പാർട്ടിക്ക് വരവ് കണക്കുകൾ തെറ്റായി നൽകിക്കൊണ്ട് ആ കണക്ക് പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്ന് അംഗീകരിച്ചത്. പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അടുത്ത ദിവസം ചേരുന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ എക്സിക്യൂട്ടീവിന്റെ ഈ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതോടുകൂടി തീരുമാനങ്ങൾ നടപ്പിൽ വരികയും ചെയ്യും. ഏതായാലും പാർട്ടി തലത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എറണാകുളം CPIയിലാണ് കടുത്ത നടപടി. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ വൈകിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ മെത്രാൻമാരുടെ സിനഡിൽ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ സഭാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, മാർ കല്ലറങ്ങാട്ടിന്റെ പേര് ആണ് ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ പേര് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണോ? നമുക്ക് കിട്ടുന്ന വിവരം എങ്ങനെയാണ്? ആ പേരിലേക്ക് എത്താനുള്ള സാധ്യത കുറവെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. എന്തായാലും സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിനുള്ള അനുമതി വത്തിക്കാനിൽ നിന്നും കിട്ടിക്കഴിഞ്ഞു. അത് ഏത് നിമിഷം വേണമെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകാം. ഇന്ന് 4:30 ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത്. ഈ 4:30 നടക്കുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിലവിൽ വരുന്ന വിവരം അനുസരിച്ച് പ്രഖ്യാപനത്തിന്റെ തീയതി മാറാനുള്ള സാധ്യതയും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇന്നുണ്ടാകും എന്നൊരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ സിനഡ് അവസാനിച്ചത്. സിനഡ് സമിതി ചേർന്ന് അതിലുണ്ടായിരുന്ന ബിഷപ്പുമാരാണ് ഈ പുതിയ കർദിനാളിനെ തെരഞ്ഞെടുത്തത്. പിന്നീട് അത് വത്തിക്കാന്റെ അനുമതിക്കായി പോയി. വത്തിക്കാനിൽ നിന്നും ഇപ്പോൾ പ്രഖ്യാപനത്തിനുള്ള അനുമതി കൂടി വന്നിരിക്കുന്നു. ഏത് നിമിഷവും പ്രഖ്യാപനം വരും. അത് ഇന്നാണോ അതോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. 4:30 അതറിയാം. ശരി, സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ വൈകിട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പേര് എപ്പോൾ പ്രഖ്യാപിക്കുമെന്നത് ഇന്ന് വൈകിട്ട് 4:30 അറിയാൻ കഴിയും. മൂവാറ്റുപുഴ പുളിന്താനം പള്ളിയിൽ സംഘർഷം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യാക്കോബായ വിഭാഗത്തെ പള്ളിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായാണ് കോടതി വിധി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ കുറേ കാലങ്ങളായി നിൽക്കുന്ന തർക്കമാണ്. ഇപ്പോൾ ആ കോടതി വിധി നടപ്പാക്കാൻ പോലീസ് എത്തുമ്പോൾ അവിടെ വീണ്ടും സംഘർഷമുണ്ടായി എന്നാണോ? അനുജ, ഇത് 4ാം തവണയാണ് ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഈ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി പോലീസ് സഹായത്തോടെ അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ രാവിലെ മുതൽ തന്നെ യാക്കോബായ വിശ്വാസികൾ പള്ളിക്ക് മുമ്പിൽ തമ്പടിച്ചു. അവർ ഗേറ്റ് പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ ASPയും ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തി. ഗേറ്റ് തുറക്കാനുള്ള ശ്രമം നടന്നപ്പോഴാണ് യാക്കോബായ സഭാ വിശ്വാസികളും പോലീസും തമ്മിൽ നേരിയ വാക്കേറ്റവും സംഘർഷവുമെല്ലാം ഉണ്ടായത്. പിന്നാലെ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും വൈദികരും എത്തിയിരുന്നു. അവർ പറയുന്നത് തങ്ങൾക്ക് കോടതി വിധിയുണ്ട്. കോടതി വിധി അനുസരിച്ച് ഈ പള്ളിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണ്, ഇവർ ഒഴിഞ്ഞു നൽകണമെന്നാണ്. എന്നാൽ പോലീസ് അതിനുവേണ്ട തങ്ങൾക്ക് വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം ചെയ്യുന്നതിൽ ആക്ഷേപം ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇരു വിഭാഗവും അവിടെ ഉണ്ട്. പക്ഷേ സംഘർഷ സാധ്യത നിലവിലില്ല. നിലവിൽ ഈ പള്ളി ഒഴിപ്പിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. 4 ഈ ഓർത്തഡോക്സ് വിഭാഗം നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും വിഷയത്തിലൊരു തുടർ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അനുജ, മൂവാറ്റുപുഴ പുളിന്താനം പള്ളിയിലാണ് സംഘർഷമുണ്ടായത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കാൻ പോലീസ് എത്തുമ്പോൾ സംഘർഷമുണ്ടായി എന്നുള്ളതാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ CPIM നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ BMS പ്രവർത്തകരായ 7 പ്രതികൾക്ക് 11 വർഷവും 6 മാസവും തടവ് ശിക്ഷ. CPIM കളർകോട് ലോക്കൽ കമ്മിറ്റി അംഗം ഗിരീഷ് കുമാറിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആലപ്പുഴ ജില്ലാ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. 2013 ഫെബ്രുവരി 12-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, എന്താണ് കോടതിയുടെ വിധി? അനുജ, 10 വർഷങ്ങൾക്ക് ശേഷമാണ് ദാരുണമായ ഒരു സംഭവത്തിൽ കോടതി വിധി വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലെ സെഷൻസ് കോടതിയാണ് ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. 2013 ഫെബ്രുവരി
12-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ ബൈപ്പാസിന് സമീപത്ത് വെച്ചാണ് അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹിയും ഒപ്പം തന്നെ ആലപ്പുഴ കളറകോട് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ഗിരീഷ് കുമാറിനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ശരീരത്തിൽ ഏകദേശത്തോളം 30ഓളം വെട്ടുകൾ ഉണ്ടായിരുന്നു. കാലും കൈയും കാലും പരിക്കേൽപ്പിച്ചു, വെട്ടിയെടുത്തു പിന്നീട് മരിച്ചെന്ന് കരുതി പ്രതികൾ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. ആ ഒരു സംഭവത്തിലാണ് 10 വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴയിൽ കോടതി ഈ കേസ് ഇതിന് വിധി പറഞ്ഞിട്ടുള്ളത്. കാരണം അന്ന് അക്രമത്തിന് കാരണമായി അന്ന് പറയപ്പെട്ടത് എഫ്ഐആറിൽ പറഞ്ഞത് ലഹരി ആലപ്പുഴ സ്വകാര്യ കോളേജിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ഒരു സംഘമായിരുന്നു ഇവർ. അതിനെ ചോദ്യം ചെയ്തു. പിന്നീട് അവിടെ സംഘടനാ തലത്തിൽ തന്നെ. ലൈവ് ന്യൂസ് തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് കോൺഗ്രസ് മുനിസിപ്പൽ ചെയർപേഴ്സൺ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ളയാണ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിലക്കുള്ളപ്പോഴാണ് ചെയർപേഴ്സന്റെ നടപടി. കേന്ദ്ര സർക്കാർ പദ്ധതികളെ പ്രശംസിച്ച് രാധാമണി പിള്ള സംസാരിക്കുന്ന വീഡിയോ പുറത്തുവന്നു. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, ഏത് സാഹചര്യത്തിലാണ് ചെയർപേഴ്സന്റെ നടപടി? അവരുടെ വിശദീകരണം കിട്ടിയിട്ടുണ്ടോ? അനുജ, ഈ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത് ബാങ്ക് മാനേജർ ക്ഷണിച്ചതുകൊണ്ട് ഒരു ലോൺ മേളയുടെ ഉദ്ഘാടനമാണ് എന്ന് കരുതി പങ്കെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള സംസാരിക്കുന്നത്. ഇതോടുകൂടി ഇവരുടെ വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ, കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഒരു കാരണവശാലും ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന KPCCയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. അതിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രസംഗത്തിന്റെ വീഡിയോകളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പാർട്ടി ഇത് പരിശോധിക്കുമെന്നുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അനുജ, ശരി. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സണാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. വികസിത് ഭാരത് സങ്കല്പ യാത്ര ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്നാൽ അത് മറ്റൊരു പരിപാടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് താൻ പങ്കെടുത്തത് എന്നതാണ് അവരുടെ വാദം. പക്ഷേ ആ വാദം എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് അറിയില്ല. ഏതായാലും നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നതാണ് ശ്യാംകുമാർ നൽകിയ വിവരം. തമിഴ്നാട്ടിലെ ബസ് സമരം ഈ മാസം 19 വരെ നിർത്തിവെക്കുന്നതായി തൊഴിലാളി സംഘടനകൾ. മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. 19-ന് ചർച്ച നടത്താമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ സർക്കാരിന് പിടിവാശിയെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചു. മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി. മനേഷ്, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. അതിൽ എന്താണ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിന്റെ ഫോർമുലകൾ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അനുജ, കൃത്യമായ ഒത്തുതീർപ്പുകളൊന്നും തന്നെ ഇല്ല. കാരണം പൊങ്കൽ സമയമാണ്, വലിയ തിരക്കുള്ള സമയമാണ്. ജനങ്ങളെ ബന്ദിയാക്കുന്ന തരത്തിലുള്ള സമരങ്ങളിലേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ്, മാത്രമല്ല സർക്കാർ കോടതിയെ അറിയിച്ചത് എന്തായാലും 19-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താം എന്നുള്ളൊരു കാര്യം സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ 19-ാം തീയതി വരെ എന്തായാലും സമരം അവസാനിപ്പിക്കാൻ, സമരം നിർത്തിവെക്കാൻ ഈ തൊഴിലാളി സംഘടനകൾ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. അത് ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ സാധാരണ നിലയിൽ ഈ പറഞ്ഞ രീതിയിൽ ബസ്സുകൾ ഓടി തുടങ്ങുമെന്ന് തന്നെ എല്ലാ ജീവനക്കാരും ജോലിക്ക് എത്തുമെന്നും തൊഴിലാളി സംഘടനകൾ പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യം വളരെ പിടിവാശിയാണ് സർക്കാരിന് എന്നുള്ളൊരു കാര്യം. അതായത് പെൻഷൻ പെൻഡിംഗ് ഉണ്ട്. ആ പെൻഷൻ പെൻഡിംഗ് ഉള്ള കാര്യം, അത് പെൻഡിംഗ് ഉള്ള പെൻഷൻ വരെ കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ സമരത്തിന്റെ മറ്റൊരു ആവശ്യം. അതിൽ 2000 രൂപ വെച്ച് 90,000 വരുന്ന 90,000 വരുന്ന പെൻഷൻ ആളുകൾക്ക് 2000 രൂപ വെച്ച് 10 ദിവസത്തിനുള്ളിൽ നൽകാൻ കഴിയുമോ എന്ന് CJ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനും സർക്കാർ മറുപടി നൽകിയത് പറ്റില്ല എന്നായിരുന്നു. അത്തരത്തിൽ വളരെ പിടിവാശി നിറഞ്ഞ ഒരു സമീപനമാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം കൂടി എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 19-ാം തീയതി വരെ സമരമില്ല എന്നുള്ള ഒരു കാര്യം കൃത്യമായി തന്നെ സംഘടനകൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത് എന്നും ഈ തൊഴിലാളി സംഘടനകൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അനുജ, 19 വരെ താത്കാലികമായി നിർത്തിവെച്ചു. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷെഹനയുടെ ആത്മഹത്യയിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടുംബത്തിന്റെ സത്യഗ്രഹം. ഷെഹന ആത്മഹത്യ ചെയ്ത് 10 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് ഒരു സൂചനയുമില്ല എന്നതാണ് അവരുടെ പരാതി. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, കുടുംബം ഒരു സമരത്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ. എന്താണ് അവർ ഉന്നയിക്കുന്ന പരാതി?
ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു നടപടി അല്ലെങ്കിൽ ഉചിതമായൊരു നടപടി ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കുടുംബം മാതാവ് ഉൾപ്പെടെ ഷഹനയുടെ മാതാവ് ഉൾപ്പെടെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സത്യാഗ്രഹവുമായി എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ മാതാവ് പറയുന്നത് 10 ദിവസമായി ഈ പ്രതി ഒളിവിൽ പോയിട്ട് ഇത്രയും ദിവസമായിട്ടും പോലീസിന് ഇത് ഏതെങ്കിലും തരത്തിലുള്ള തുമ്പ് കണ്ടെത്താനോ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടാക്കാനോ സാധിച്ചിട്ടില്ല. അതുകൂടാതെ നേരത്തെ ഈ പ്രതിയെ ഒളിവിൽ പോകാൻ ഉൾപ്പെടെ സഹായിച്ച മറ്റു വിവരങ്ങളൊക്കെ പ്രതിക്ക് കൈമാറിയതും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുൾപ്പെടെ ആരോപിച്ചാണ് ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം വരുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരുന്നു കുടുംബം. മുഖ്യമന്ത്രി അതിന് പിന്നാലെ ഈ പരാതി DGPക്കും കൈമാറിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടന്നു വരുന്നുണ്ട്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് പോലീസ് പ്രതിയെ സഹായിക്കുകയാണ്, പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ സഹായവും പോലീസ് ഘട്ടത്തിൽ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ പ്രതിയായ നൗഫലും അതോടൊപ്പം നൗഫലിന്റെ മാതാവും പ്രതിപട്ടികയിലുള്ളത്. ഇവർ രണ്ടുപേരും ഒളിവിലാണ്. ഇവർ സംസ്ഥാനം വിട്ടു എന്നുള്ളൊരു സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. സമരം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഷഹനയുടെ കുടുംബം. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ ഇതുവരെ പ്രതിയെ പിടികൂടാൻ നീക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബം, മാതാവ് ഉൾപ്പെടെയുള്ളവർ സമരത്തിനിറങ്ങുന്നത്. തമിഴ്നാട് തഞ്ചാവൂരിലെ ദുരഭിമാന കൊലയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് അറസ്റ്റിൽ. ഐശ്വര്യയുടെ മാതാവ് റോജയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിതാവ് പെരുമാൾ അടക്കം 5 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണോ ഈ വിഷയത്തിൽ? അനുജ, ഈ കൊലപാതകം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 6 പേർ, അതായത് ഈ ഐശ്വര്യയുടെ മാതാവ് റോജ, അതുപോലെ തന്നെ പിതാവ് പെരുമാൾ ഉൾപ്പെടെ മറ്റ് 4 ബന്ധുക്കൾ, ഈ 6 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 5 പേരെ ഇന്നലെ, പെരുമാൾ ഉൾപ്പെടെയുള്ള 5 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇന്നാണ് ഇപ്പോൾ മാതാവ് റോജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവർ 6 പേരും ആ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അവർ തന്നെയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിൽ എല്ലാവരും പങ്കാളികളാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ആ രീതിയിലാണ് ഇപ്പോൾ കേസ് മുൻപോട്ട് പോകുന്നത്. 6 പേരാണ് ഉള്ളത്. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെ ഐശ്വര്യയെ തിരിച്ചു കൊണ്ടുവരുന്നത് ഇവർ 6 പേരും ചേർന്നാണ്. നവീനും ഐശ്വര്യയും വിവാഹിതരായി തിരുപ്പൂരിൽ താമസിച്ചു വരികയായിരുന്നു. അവിടെ നിന്ന് ആണ് ജനുവരി 2-ാം തീയതിയാണ് പെരുമാൾ പരാതി നൽകുന്നത്. പല്ലടം പോലീസിൽ പരാതി നൽകുന്നു, കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഈ പല്ലടം പോലീസ് ഇവരെ വിളിക്കുകയും ഈ രക്ഷിതാക്കൾക്കൊപ്പം പോവാൻ ഈ കുട്ടിയെ നിർബന്ധിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നവീൻ പറയുന്നത്. എന്തായാലും അതിന് പിറ്റേ ദിവസം ജനുവരി 3-നാണ് ഈ കുട്ടി തീ കൊളുത്തി മരിച്ചു എന്നുള്ള രീതിയിൽ, പൊള്ളലേറ്റ് മരിച്ചു എന്ന രീതിയിലുള്ള വാർത്ത നവീൻ കേൾക്കുകയും നവീന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി. എന്തായാലും ഇപ്പോൾ ഈ കേസ് ഒരു കൊലപാതകത്തിലേക്ക് തന്നെ എത്തുന്നു. ദുരഭിമാന കൊല എന്ന അർത്ഥത്തിൽ തന്നെ കാണേണ്ടതാണ് എന്നുള്ളതും. എന്തായാലും 6 പേർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അത് പെൺകുട്ടിയുടെ മാതാവും പിതാവും മറ്റ് ബന്ധുക്കളുമാണ് അറസ്റ്റിലായവർ. തഞ്ചാവൂരിലെ ദുരഭിമാന കൊലയിലാണ് മാതാവ് കൂടി അറസ്റ്റിലായത്. മറ്റൊരു വാർത്ത, ആലപ്പുഴ കറ്റാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റിൽ യുവാവിന്റെ അതിക്രമം. വാങ്ങിയ മദ്യം പൊട്ടിച്ച് ജീവനക്കാരുടെ മുഖത്തൊഴിച്ചു. മദ്യം കിട്ടാൻ വൈകിയതിന്റെ പേരിലാണ് അതിക്രമം. യുവാവ് മണ്ണെണ്ണ ഒഴിക്കുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, എന്താണ് ഇയാൾ കാണിച്ചത്? ഈ അതിക്രമത്തിനുള്ള കാരണം എന്താണ്? ആലപ്പുഴയിലാണ് കറ്റാനത്തെ ബെവറേജസ് ഔട്ട്ലെറ്റിൽ യുവാവിന്റെ അതിക്രമം ഉണ്ടായത്. വാങ്ങിയ മദ്യം ജീവനക്കാരുടെ മുഖത്തേക്ക് ഒഴിക്കുന്ന നടപടിയാണ് ഇയാൾ കാട്ടിയത്. മദ്യം കിട്ടാൻ വൈകി എന്നതാണ് ഇയാളുടെ പരാതി. അതിൻ്റെ പേരിലാണ് ഈ അതിക്രമം കാണിച്ചത്. മനീഷ് മഹിപാലുണ്ട്. മനീഷ്, എന്താണ് ഇയാൾ ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കാനുള്ള കാരണം? പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അതിൽ ഈ സംഭവം ഉണ്ടായത് മിനിഞ്ഞാന്നാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് പരാതി ബീവറേജ് ജീവനക്കാർ കൊടുക്കുന്നത് ഇന്നലെ വൈകിട്ടാണ്. അങ്ങനെ കുറച്ചുകാട് പോലീസ് കേസെടുക്കുന്നു. ഇതുവരെയും പ്രതിയെ തിരിച്ചറിയാനോ പ്രതിയെ പിടികൂടാനോ സാധിച്ചിട്ടില്ല. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ബീവറേജ് ആലപ്പുഴ കറ്റാനത്ത് ബീവറേജ് ഔട്ട്ലെറ്റിൽ 4021 നമ്പർ ബീവറേജിലാണ് ഈ അതിക്രമം നടന്നിട്ടുള്ളത്. അവിടെ 2 കൗണ്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഒരു കൗണ്ടർ മാത്രമായിരുന്നു തുറന്നിരുന്നത്. അങ്ങനെ 2 കൗണ്ടർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു കൗണ്ടറിൽ അധിക നേരം ക്യൂ നിന്ന് മദ്യം വാങ്ങാനിടയിൽ. ആ സമയത്ത് തർക്കിച്ചു. ഇയാൾ മദ്യം വാങ്ങിയ ശേഷം പിന്നീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീടാണ് ഇയാൾ പ്രകോപിതനായി ഈ 2 ജീവനക്കാരായിരുന്നു 3 ജീവനക്കാരായിരുന്നു ആ സമയത്ത് അവിടെ കൗണ്ടറിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 ജീവനക്കാരുടെ ദേഹത്തേക്ക് 1/2 ലിറ്റർ വാങ്ങിയ മദ്യം വാങ്ങിച്ച് അതിന്റെ കുപ്പി പൊട്ടിച്ച ശേഷമാണ് ഈ ദേഹത്തേക്ക് ഒഴിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതിന് തൊട്ട് മുൻപാണ് ഇയാൾ മദ്യം വാങ്ങിക്കഴിഞ്ഞ് മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. പിന്നീട് ഈ ജീവനക്കാർക്ക് അസ്വസ്ഥത തോന്നി, കണ്ണിനടക്കം വലിയ ബുദ്ധിമുട്ട് തോന്നിയതിന്റെ
തോന്നിയതിനെ തുടർന്ന് പിന്നീട് സമീപത്തെ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു. പിന്നീട് ഇന്നലെ വൈകിട്ട് പരാതി കൊടുത്തു. പക്ഷെ ഇപ്പോഴും പ്രതി ആരാണെന്ന് മനസ്സിലായിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതി ഭരണിക്കാവ് സ്വദേശിയാണ്. ഇതിനു മുൻപ് എപ്പോഴും, അതായത് നിത്യ സന്ദർശകനാണ്, എപ്പോഴും ഈ ബീവറേജിൽ വന്നുകൊണ്ടിരുന്ന ആളാണെന്നാണ് ബീവറേജിലെ ജീവനക്കാർ കൂടി പറയുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടും പോലീസ് ഇതുവരെയും പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അനുജ, കറ്റാനത്ത് ബെവറേജസ് ഔട്ട്ലെറ്റിൽ യുവാവിന്റെ അതിക്രമം, മദ്യം ജീവനക്കാരന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് വിവരം. ഇന്ത്യ മുന്നണിയിൽ തർക്കം തുടരുന്നു. ബീഹാറിലെ സീറ്റ് വിഭജനത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിർദ്ദേശിച്ച ഫോർമുല അംഗീകരിക്കാതെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇടതു പാർട്ടികളും. അതേസമയം തീരുമാനം അംഗീകരിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിതീഷ് കുമാർ. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആർക്കെ ഇതിൽ ഒരു വിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതാണോ? അങ്ങനെയെങ്കിൽ ഇതെന്താകും ഇതിന്റെ പരിസമാപ്തി? ഇതില് 17 RJDക്കും JDUവിനും 17, കോൺഗ്രസിന് 5, ശേഷിക്കുന്ന 1 CPI-ML നൽകാം എന്നുള്ള ഒരു തീരുമാനമാണ് നിതീഷ് കുമാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതാണ് അന്തിമ തീരുമാനമെന്ന് ഇന്നലെ തേജസ്വി യാദവിന് മായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഘടകകക്ഷികൾ അത് അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതു പാർട്ടികളും ആം ആദ്മിയും പറയുന്നത് തങ്ങളുടെ ശക്തി പോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് അവർക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് പറയുമ്പോൾ മറ്റു പാർട്ടികൾ പറയുന്നത് തങ്ങൾക്ക് മത്സരിക്കാൻ അനുവാദം നൽകാത്ത ഒരു സാഹചര്യം അത് ഈ മുന്നണിയുടെ താല്പര്യങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് എന്നതാണ്. അങ്ങനെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് എല്ലാ വിഭാഗങ്ങളും. പക്ഷേ നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ നിലപാട്, ഒപ്പം RJDയുടെ കൂടി പിന്തുണ ഉള്ള ഒരു സാഹചര്യത്തിൽ അത് തന്നെ അംഗീകരിച്ചേ മതിയാകൂ എന്ന കടുംപിടുത്തം അവർ തുടരുകയും ചെയ്യുന്നു. ഇന്ത്യ മുന്നണിയിൽ ബീഹാറിലെ സീറ്റ് വിഭജനത്തിലാണ് ഇപ്പോൾ തർക്കം തുടരുന്നത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ഹർജിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. സെനറ്റ് മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും പോലീസിന് നിർദ്ദേശം നൽകി. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇവർക്ക് അംഗങ്ങളായി തുടരാം എന്നതാണോ ഇതിൽ ഏറ്റവും പ്രധാനം? എന്താണ് കോടതിയുടെ നിർദ്ദേശം? ഇവരെ നേരത്തെ അംഗങ്ങളായി തെരഞ്ഞെടുത്തത് അത് ഗവർണറാണ്, നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അക്കാര്യത്തിൽ കോടതി ഇടപെടാനൊന്നും കഴിയില്ല. പക്ഷേ അവിടെ ഇവർ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് എത്തിയപ്പോൾ SFI ഇവരെ തടഞ്ഞിരുന്നു. SFI പ്രവർത്തകർ അവർക്ക് ആ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിലിപ്പോൾ ഈ ആളുകൾക്ക് 8 പേർക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഹർജിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. സെനറ്റ് മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാലൻ പൂതേരി അടക്കം നൽകിയ ഹർജിയിലാണ്, പത്മശ്രീ ബാലൻ പൂതേരി അടക്കം നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഇത് അന്തിമ ഉത്തരവാണ്. സ്വാഭാവികമായും അടുത്ത സെനറ്റ് യോഗം മുതൽ ഇവർക്ക് പോലീസ് സംരക്ഷണത്തോടെ പങ്കെടുക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ് ഏത് തരത്തിലേക്കാണ് ഇവർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നത് എന്നൊക്കെയുള്ളത്. പ്രതിഷേധം ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധത്തിനും വകുപ്പില്ല എന്നുകൂടിയല്ലേ നമ്മൾ കോടതിയുടെ ഈ ഉത്തരവോടെ മനസ്സിലാക്കേണ്ടത്? ശ്രീകാന്ത്, അനുജ, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ പോലീസ് സ്വാഭാവികമായും അവരെ പിടിച്ചുമാറ്റി ഇവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകാത്ത തരത്തിൽ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അതാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. സ്വാഭാവികമായി നടക്കുന്നതാണ്. പ്രതിഷേധങ്ങൾ ഉണ്ടാകാം, അത് വിലക്കിയിട്ടില്ല കോടതി. പ്രതിഷേധം ഉണ്ടായാലും ഇവർക്ക് സുരക്ഷ ഏർപ്പെടുത്തി സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ എത്തിക്കണം. അതാണ് പോലീസിന് വന്നിട്ടുള്ള കോടതിയുടെ നിർദ്ദേശം. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹർജിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നതാണ് പോലീസിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരം പൂവച്ചൽ കുറകോണത്ത് പുലിയെ കണ്ടതായി സംശയം. രാവിലെ ജോലിക്കെത്തിയ നാട്ടുകാരനാണ് പുലിയെ കണ്ടതായി പറയുന്നത്. അഗസ്ത്യവനത്തോട് ചേർന്നുള്ള പ്രദേശമാണിത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ സ്ഥലത്തെത്തും. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ പുലിയെ കണ്ടെത്തിയ ആളുകൾ അവർ പറയുന്നത് എന്താണ്? ഇത് പുലിയാണ് എന്നത് ഉറപ്പിച്ചു തന്നെയാണോ അവർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്? ഈ അഗസ്ത്യവനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് ഈ പൂവച്ചൽ കുറകോണത്ത് പുലിയെ കണ്ടതായി സംശയം പറയുന്നത് രാവിലെ പുലിയെ കണ്ടതായി പറയുന്നത് അത്തരത്തിലുള്ള സംശയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ തൊട്ടടുത്ത കുറച്ച് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരെയും ഇത് അറിയിച്ചു. പഞ്ചായത്തിന്റെ നിർദ്ദേശമുണ്ട് ഉടനെ തന്നെ അവിടെ നിന്ന് മാറണമെന്ന്. തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിച്ചു. വനംവകുപ്പ് സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം
തിരുവനന്തപുരത്താണ് പുലിയുടെ സാന്നിധ്യം. നാട്ടുകാർ ഇപ്പോൾ ഈ വിവരം അറിയിക്കുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അഗസ്ത്യവനത്തോട് ചേർന്ന് പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാർ പറയുന്നത്. കാസർഗോഡ് ബദിയടുക്കയിൽ വയോധികനെ പഞ്ചായത്ത് സെക്രട്ടറി മർദ്ദിച്ചെന്ന് പരാതി. ബദിയടുക്ക പഞ്ചായത്ത് സെക്രട്ടറി രാജേന്ദ്രനെതിരെയാണ് പരാതി. വ്യാപാര സ്ഥാപനത്തിൽ പിഴ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പഞ്ചായത്തിലെത്തിയപ്പോഴാണ് സംഭവം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഈ മർദ്ദനമേറ്റയാളുടെ സ്ഥാപനത്തിൽ പിഴ ഏർപ്പെടുത്തി അത് ചോദിക്കാനെത്തിയപ്പോഴാണോ മർദ്ദനമേറ്റു എന്ന പരാതി? അനുജ, ഈ പരാതിക്കാരനായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ ഈ ബദിയടുക്ക് സമീപം നീർച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വ്യാപാര സ്ഥാപനം നടത്തുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ, പ്ലാസ്റ്റിക് ചാക്കും മറ്റുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വലിച്ചെറിഞ്ഞു എന്നതിന്റെ പേരിൽ പഞ്ചായത്ത് അധികൃതർ 10,000 രൂപ ഫൈൻ നോട്ടീസ് നൽകിയിരുന്നു, പിഴ നോട്ടീസ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ അബ്ദുൾ റഹ്മാൻ പറയുന്നത് അവിടെ ഹരിതകർമ്മസേന സ്ഥിരമായി എടുത്തുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. കഴിഞ്ഞ 3 മാസമായി ഇത് എടുക്കാറില്ല, അങ്ങനെയാണ് അത് അത്തരത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഈ അബ്ദുൾ റഹ്മാൻ പറയുന്നത്. ഈ പിഴ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഇന്ന് ഉച്ചക്ക് 1 മണിയോടെയാണ് അബ്ദുൾ റഹ്മാൻ ഈ ബദിയടുക്ക പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതെന്തിനാണ് ഇത്തരത്തിൽ ഫൈൻ ഈടാക്കിയത് എന്ന കാര്യം ചോദിച്ചു. അതിനിടയിൽ ഇവർ തമ്മിൽ, അതായത് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രനും ഈ അബ്ദുൾ റഹ്മാനും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. അതിനൊടുവിലാണ് ഇത്തരമൊരു മർദ്ദനം ഉണ്ടായതെന്നാണ് പറയുന്നത്. ദൃശ്യങ്ങളിൽ ഈ സെക്രട്ടറി വളരെ മോശമായി പെരുമാറുകയും ദേഹത്ത് പിടിച്ച് തള്ളുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. ഈ അബ്ദുൾ റഹ്മാന്റെ മകൻ തന്നെയാണ് ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ രാജേന്ദ്രനെതിരെ, ഈ സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രനെതിരെ ഇതിനു മുമ്പും ഈ പൊതുജനങ്ങളോട് വളരെ മോശമായി പെരുമാറി എന്ന രീതിയിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. പോലീസ് എന്തായാലും ബദിയടുക്ക പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. പോലീസ് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകിയിട്ടുണ്ട്. അനുജ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.